ഹായ് ഹലോ ഗായ്സ്. അപ്പം എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം, എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നം എന്നൊക്കെ പറയാം. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളിലെ ആദ്യ പടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ല, പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് ഇപ്പോൾ അതിനെ സാധിച്ചു. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. അതായത് എനിക്ക് അറിവ് വെച്ചൊരു കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അന്ന് എനിക്ക് പറ്റില്ലായിരുന്നു, കാരണം ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു നിന്നിരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. അതായത് അപ്പം എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഇപ്പം ഇന്ന ബിസിനസ് എന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ ബിസിനസ് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാലാണ് നമുക്ക് അതിലെവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിന് വേണ്ടി ശ്രമിക്കാൻ തന്നെ തീരുമാനിച്ച്. അങ്ങനെ ഞാൻ ജ്വല്ലറി ബിസിനസ് തുടങ്ങാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, എൻ്റെ ആത്മവിശ്വാസം അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ജ്വല്ലറിയുടെയും ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ അപ്ഡേറ്റ്സ് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ജ്വല്ലറിയൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാമ്പത്തികം അനുസരിച്ചാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നോട്ട് പോകെ നമ്മളത് ഒത്തിരി ഡെവലപ്പ് ആക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യും. കാരണം എൻ്റെ സ്വപ്നമാണിത്, എൻ്റെ ഡ്രീമാണിത്. അപ്പം എൻ്റെ ഡ്രീമുമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾക്കും ഇതേപോലെ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? പൈസ ഉണ്ടായിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല ഗൈസ്. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക. തോൽവിയൊക്കെ ഉണ്ടാവും. തോൽവിയിൽ നിന്നേ ജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. തോൽവി ജയത്തിൻ്റെ മുന്നോടിയാണെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ എന്തായാലും മുന്നോട്ടിറങ്ങി. നിങ്ങളും